ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും ഇപ്പോൾ ഭയങ്കര ചൂടാണ്. അപ്പോൾ എല്ലാവരും AC വാങ്ങിക്കാനുള്ള ഓട്ടത്തിലായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് ഒരു ബെസ്റ്റ് AC തിരഞ്ഞെടുക്കാം. നമ്മുടെ AC എന്ന് പറയുന്നത് നിങ്ങൾക്കറിയായിരിക്കും, ACയിൽ നമ്മൾ 10 എന്ന് പറഞ്ഞ് കണ്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്, ബ്രാൻഡ്സുകളുണ്ട്, സർവീസ് സപ്പോർട്ട് ഉണ്ട്. ഇതൊക്കെ നമുക്ക് എല്ലാം കൂടി അത്യാവശ്യം നല്ല ആവറേജിൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ്. അതുപോലെ തന്നെ വാല്യൂ ഫോർ മണി ഉണ്ട്. എന്നുവെച്ചാൽ നമുക്ക് കറക്റ്റ് പ്രൈസിൽ കറക്റ്റ് ഉള്ള പ്രൊഡക്റ്റ് കിട്ടിയാൽ അതിന് നമ്മൾ കൊടുക്കുന്ന കാശിന് ബെനിഫിറ്റ് കിട്ടുള്ളൂ. അത് ചുമ്മാ വെറുതെ കാശ് കൂടിയ പ്രൊഡക്റ്റ് വാങ്ങിച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ എങ്ങനെ നോക്കിയിട്ട് നമുക്ക് എങ്ങനെ ഒരു ബെസ്റ്റ് പ്രൊഡക്റ്റ് വാങ്ങിക്കാം, ഏതൊക്കെയാണ് ബെസ്റ്റ് ACകൾ, നമ്മൾ കുറച്ച് റെക്കമെൻഡ് ചെയ്യുന്ന ബ്രാൻഡ്സുകളൊക്കെ നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ആക്ച്വലി ഇത് വേണമെങ്കിൽ ഓൺലൈനിൽ വാങ്ങിക്കാം. ഞാൻ എന്തായാലും നമ്മുടെ ആമസോണിൽ റെക്കമെൻഡ് ചെയ്യാന്ന് വെച്ചാൽ, ഞാൻ നോർമലി നമ്മുടെ പ്രൊഡക്ട്സുകളും കാര്യങ്ങളൊക്കെ ആമസോണിൽ വാങ്ങിക്കാറ്. നമ്മുടെ AC ആയാലും ഞാൻ AC ഉപയോഗിക്കുന്നുണ്ടെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അമ്മമാരി ചൂടാണ്. നിങ്ങൾക്കറിയാം, പ്രത്യേകിച്ച് ഇപ്പോൾ 3-4 ദിവസത്തേക്ക് ഇനിയും ചൂട് കൂടുന്ന പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്കിപ്പോൾ ഇതിൻ്റെ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഓൺലൈൻ, ഞാൻ എന്തായാലും നമ്മുടെ പറയുന്ന റെക്കമെൻഡ് ചെയ്യാൻ പോകുന്ന ACകളുടെ എല്ലാത്തിനും ലിങ്ക് ആയാലും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് നോക്കി വാങ്ങിക്കാം. നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന പ്രോഡക്ട്സുകളൊക്കെ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് റേറ്റ് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഓഫ്ലൈനിൽ നോക്കിയിട്ട് വേണമെങ്കിൽ അത് അവിടെ നിന്ന് വാങ്ങിക്കാം. പക്ഷേ ഫ്ലിപ്കാർട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ ആമസോണിൽ വാങ്ങിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓഫ്ലൈനിൽ നിന്ന് വാങ്ങിക്കാം. ഓഫ്ലൈനിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഉള്ളത് പുതിയ മോഡലാണോ, അതുപോലെ തന്നെ എന്താ പറയുക, പുതിയ മോഡൽ പ്രൊഡക്റ്റ് തന്നെയാണോ നോക്കിയിട്ട് വാങ്ങിക്കുക. അവർ റെക്കമെൻഡ് ചെയ്യുന്ന ബ്രാൻഡില്ല, നിങ്ങൾ പോയിട്ട് സെലക്ട് ചെയ്യുക. എന്ന് വെച്ചാൽ അവർ നമ്മളോട് പറയുന്ന ബ്രാൻഡുകളൊക്കെ അവർക്ക് കമ്മീഷൻ കൂടുതലുള്ള ബ്രാൻഡായിരിക്കും. അപ്പോൾ നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കിയിട്ട് പോയിട്ട് സെലക്ട് ചെയ്യട്ടെ. അവരുടെ റെക്കമെൻഡേഷനിൽ പോയിട്ട് വാങ്ങിക്കരുത്. എന്ന് വെച്ചാൽ 90% കടകളിലും അവർ റെക്കമെൻഡ് ചെയ്യുക അവർക്ക് കമ്മീഷൻ കൂടുതലുള്ള ബ്രാൻഡായിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് വാങ്ങിക്കട്ടെ. അപ്പോൾ നമ്മളെന്തായാലും നമുക്ക് വീഡിയോ കിടക്കുന്നതിന് മുമ്പ് ചാനൽ പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചാനലിലെ പേജ് നമ്മൾ ആമസോണിൽ തുടങ്ങിയിരുന്നു, ചെക്കൗട്ട് നോക്കാൻ മറക്കണ്ട. പിന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എന്താ കമൻറ്റ് ചെയ്യുക, നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. രണ്ടാമത്തെ ചാനൽ കാണാത്തവരെ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾ ഷെയർ ചെയ്യട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്കറിയാം, നമ്മൾ AC സെലക്ട് ചെയ്യാൻ പോകുമ്പോൾ ആദ്യത്തെ വാക്ക് വരുന്നത് എന്താ, ഇൻവെർട്ടർ AC എന്നാണ്. അപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും, നമുക്കൊരു നോർമൽ AC ഉണ്ട്, ഇൻവെർട്ടർ AC ഉണ്ട്. അപ്പോൾ പക്ഷേ ഇപ്പോഴത്തെ 2022, 2023 റേഞ്ചിലൊക്കെ നമുക്കിപ്പോൾ ഇൻവെർട്ടർ AC മാത്രമേ നമുക്ക് നോർമലി അവൈലബിൾ ആയിട്ട് കിട്ടുള്ളൂ. അതും ഓഫ്ലൈൻ മാർക്കറ്റ് ആയിക്കോട്ടെ ഓൺലൈൻ ആയിക്കോട്ടെ. അപ്പോൾ അതിൻ്റെ നോർമൽ ACനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഇൻവെർട്ടർ AC എന്ന് പറയുന്നത് എന്താ, അതിൻ്റെ ടെക്നോളജി എന്താണെന്ന് ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്ന് പറഞ്ഞുതരാം. അറിയാത്തവർക്ക് ജസ്റ്റ് ചുമ്മായിട്ട് ഒരു ഈസി ആയിട്ട് പറഞ്ഞുതരാം. എന്താ വെച്ചാൽ നമ്മൾ ഇൻവെർട്ടർ AC എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് പഴയ ACകളൊക്കെ എങ്ങനെയായിരുന്നു, നമ്മളിപ്പോൾ ഒരു 26 ഡിഗ്രിയിലേക്ക് നമ്മൾ AC വെച്ചു. അപ്പോൾ നമ്മുടെ റൂമിനെ അത് തണുപ്പിക്കുക. എന്ന് വെച്ചാൽ അവിടെ റൂമിലുള്ള ഹോട്ട് എയറിനൊക്കെ വലിച്ചെടുത്ത് പുറത്തേക്ക് വിട്ടിട്ട് നമ്മളതിൻ്റെ റെഫ്രിജറേറ്റർ ഉപയോഗിച്ചിട്ട് നമ്മുടെ എയറിനെ തണുപ്പിക്കും. എന്നിട്ട് നമുക്ക് ആ 26 ഡിഗ്രിയിലേക്ക് എത്തിക്കും. അപ്പോൾ പഴയ AC ആകുമ്പോൾ 26 ഡിഗ്രിക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ACയുടെ കംപ്രസർ ഓഫ് ആവും. അപ്പോൾ കംപ്രസറാണ് ഈ കൂൾ ചെയ്യുന്ന സംഭവം, മെഷീൻ മോട്ടർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമുക്കാരോ മെസ്സേജ് അയച്ചു. അപ്പോൾ അത് ഓഫ് ആവും. അപ്പോൾ കംപ്രസർ ഓഫ് ആയെന്ന് വെച്ചാൽ പിന്നെ അതൊരു ഫാൻ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ ACയിൽ. അപ്പോൾ നിങ്ങൾക്കറിയാം, ACയിൽ കംപ്രസറും ഉണ്ട്, ഫാനും ഉണ്ട്. അപ്പോൾ കംപ്രസർ ഓഫ് ആയി എന്താണ്ടാവുക, പതുക്കെ നമ്മുടെ നമ്മുടെ റൂമിൻ്റെ ചൂട് കൂടി വരും. അതായത് 26 ഡിഗ്രി ആക്കിയിട്ടുണ്ടാകും. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ 27 ആവും, 28 ആവും. അപ്പോൾ ഈ 26 ഡിഗ്രി അതിനുള്ള സെൻസർ ഉണ്ട് നമ്മുടെ. ഇതെല്ലാം പുതിയതിലുണ്ട്, പഴയതിലും, ഇൻവെർട്ടറിലുണ്ട്, പഴയതിലുണ്ട്. അപ്പോൾ നമ്മുടെ റൂമിൻ്റെ ചൂട് 26 ഡിഗ്രിയിൽ നിന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി കംപ്രസർ ആദ്യം പിന്നെ ഓണാവും. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ കാറ് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഓണാക്കണ പരിപാടിയാണ്. അതായത് എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ എന്താ, നമുക്ക് കൂടുതൽ പവർ വേണം, അല്ലെങ്കിൽ കൂടുതൽ എനർജി വേണം, അല്ലെങ്കിൽ കൂടുതൽ ഇതിനാണ് ACയുടെ കാര്യത്തിലാണെങ്കിൽ കൂടുതൽ എനർജി എടുക്കും. അപ്പോൾ അത് കട്ട് ഓഫ് ആവും, സ്റ്റാർട്ട് ചെയ്യും. അതായിരുന്നു പണ്ടത്തെ ACയുടെ പരിപാടി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എനർജി കൺസപ്ഷൻ ഭയങ്കര കൂടും. അപ്പോൾ ഇൻവെർട്ടർ AC എന്ന് പറയുന്നത് ഇത് ആക്ച്വലി ഓഫ് ആവില്ല, ഈ കംപ്രസർ ഓഫ് ആവില്ല. അതാണ് ഇതിൻ്റെ മെയിൻ ഡിഫറൻസ് വരുന്നത്. 26 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 26 റൂം നമ്മൾ 26 ഡിഗ്രി എത്തിക്കഴിഞ്ഞാൽ ഈ കംപ്രസർ അതിൻ്റെ പവർ എഫിഷ്യൻസി ഭയങ്കരമായിട്ട് കുറയ്ക്കും. അതായത് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, പക്ഷേ അത് ഫുൾ പവറിൽ വർക്ക് ചെയ്താൽ നമുക്കറിയാം അതിന് ഓരോ പവറുകളുണ്ട്. 1000 വാട്ട് 3000 വാട്ട് എന്നൊക്കെ നമുക്ക് ഓരോ പവറുണ്ട്. ഇത് ഏറ്റവും പവർ കുറഞ്ഞതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഈ ടെമ്പറേച്ചർ 26 ഡിഗ്രി എന്ന് പറയുന്നത് അത് കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കും. അതാണ് മെയിൻ സംഭവം ചെയ്യുന്നത്. അപ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കുമ്പോൾ എന്താ, 26 ഡിഗ്രി എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ AC ഉപയോഗിക്കുന്ന പവർ നോർമൽ ഉപയോഗിക്കുന്ന പവറിനായിട്ടും ചിലപ്പോൾ ഒരു 50-60% കുറവായിരിക്കും. അപ്പോൾ കറണ്ട് ബില്ല് കുറയും. അങ്ങനെയാണ് ഈ ഇൻവെർട്ടർ AC വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇൻവെർട്ടർ AC ഉപയോഗിക്കുമ്പോൾ കറണ്ട് ബില്ല് കുറയുന്നത്. പിന്നെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് കറക്റ്റ് ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഈ ഇൻവെർട്ടർ ടെക്നോളജി ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ റൂമിൽ എയർ ലീക്കേജ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ എവിടെയെങ്കിലും ഓട്ടയുണ്ട്, നമ്മുടെ എന്താ പറയുക, നമ്മുടെ അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഏതെങ്കിലും ജെല്ലടയുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ ഡോറിൻ്റെ താഴെ അത്യാവശ്യം നല്ല ഗ്യാപ്പ് വരുന്നുണ്ട്, അങ്ങനെയൊക്കെ വരുന്ന ഏരിയയിലാകുമ്പോൾ നിങ്ങൾ ഇൻവെർട്ടർ AC വാങ്ങിച്ചിട്ട് കാര്യമില്ല. അതായത് ഇൻവെർട്ടർ AC അതിൻ്റെ കറക്റ്റ് പെർഫോമൻസിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല, കറണ്ട് ബില്ല് കൂടും. എന്താ വെച്ചാൽ അതിനാ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല, നമ്മളിത് ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനത്തെ ഏരിയയിലാണെങ്കിൽ നിങ്ങൾ ആ സംഭവം ഫുൾ അടച്ചിട്ട് വേണമെങ്കിൽ AC ഇടണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ നോക്കേണ്ടത് AC സെലക്ട് ചെയ്യുമ്പോൾ.
അപ്പോൾ നോർമൽ എ സി നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, എന്ന് വെച്ചാൽ ഇൻവെർട്ടർ എ സി മാത്രമേ നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് സെലക്ട് ചെയ്യുന്നത് നമുക്ക് ഈ ഇൻവെർട്ടർ എ സി എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് നമ്മൾ നോക്കിയത്. അതുപോലെ തന്നെ ഇൻവെർട്ടർ എ സി സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ റൂമിൽ ഫുള്ള് സീൽഡ് ആയിരിക്കണം, അതാണ് മെയിൻ പോയിന്റ് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ടെന്നേജ് ആണ്, അതായത് നമ്മുടെ അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് 1 ടൺ അവൈലബിൾ ആണ്, 0.8 ടൺ അവൈലബിൾ ആണ്, 1.5 ടൺ അവൈലബിൾ ആണ്, 2 ടൺ അവൈലബിൾ ആണ്, അങ്ങനെ കുറേ ടെന്നേജ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ റൂം സൈസ് അനുസരിച്ച് വേണം നമ്മുടെ ഈ ടെന്നേജ് സെലക്ട് ചെയ്യാൻ. ഇപ്പോൾ ഒരു 110 സ്ക്വയർ ഫീറ്റൊക്കെ ഉള്ള റൂമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 1 ടൺ മതി. നിങ്ങളൊരു എന്താ പറയുക, നിങ്ങൾക്കറിയാം ചിലപ്പോൾ ചില ബ്രാൻഡുകൾ, അത് ബ്ലൂ സ്റ്റാർ പോലത്തെ ചില ബ്രാൻഡുകളൊക്കെ 0.8 ടണ്ണൊക്കെ ഇറക്കുന്നുണ്ട്. അത് നിങ്ങൾ മാക്സിമം വാങ്ങിക്കാൻ നോക്കണം കേട്ടോ. എന്താ വെച്ചാൽ അതിൽ അവർ പുറം കാര്യങ്ങളൊക്കെ കുറച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ എനർജി എന്താ പറയുക കൺസപ്ഷൻ കൂടും. അപ്പോൾ നിങ്ങൾ 110 സ്ക്വയർ ഫീറ്റിൻ്റെ റൂമിൻ്റെ താഴെയുള്ള റൂമുകൾക്കൊക്കെ നിങ്ങൾക്ക് 1 ടൺ വാങ്ങിച്ച് വെച്ചാൽ മതി. എന്താ വെച്ചാൽ 1 ടൺ ആകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ പെർഫോമൻസ് കിട്ടും ചെയ്യും. എന്താ പറയുക കറക്റ്റായിട്ട്. അപ്പോൾ അതിൻ്റെ ഈ 10 എന്ന് പറയുന്നത്, ഈ 1 ടൺ എന്ന് പറയുന്നത് നമുക്ക് ആക്ച്വലി ഇത്രയും സൈസുള്ള റൂമിനെ പറ്റുള്ളൂ. ഇപ്പോൾ 110 റൂമിന് പകരം നിങ്ങൾ 140 സ്ക്വയർ ഫീറ്റുള്ള റൂമിൽ ഒരു 1 ടൺ വാങ്ങിച്ച് വെച്ചാൽ നിങ്ങളുടെ കറണ്ട് ബില്ല് കൂടുള്ളൂ. എന്ന് വെച്ചാൽ അത് ആ റൂം തണുപ്പിക്കാൻ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അതിന് ഭയങ്കരമായിട്ട് കൺസപ്ഷൻ കൂടും, എനർജി കൺസപ്ഷൻ കൂടും, മര്യാദയ്ക്ക് തണുക്കില്ല, കറണ്ട് ബില്ല് കൂടും ചെയ്യും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നോക്കിയിട്ട് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ റൂമിൻ്റെ സൈസ് ആദ്യം മനസ്സിലാക്കണം കേട്ടോ, അതാണ് മെയിൻ പോയിന്റ് വരുന്നത്. പിന്നെ നിങ്ങളുടെ റൂം ഇപ്പോൾ ഒരു 110ൻ്റെ മുകളിൽ ഒരു 150, 160, 120 ഒക്കെ സൈസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 1.5 ടൺ എ സി വേണ്ടി വരും ശരിക്കും. എന്താ പറയുക, പിന്നെ വേറെ കാര്യം നോക്കാനുള്ളത്, നിങ്ങളുടെ റൂം ഇപ്പോൾ ടോപ്പ് ഫ്ലോറിലാണെങ്കിൽ ഡയറക്റ്റ് സൺ അടിക്കുന്ന, മുകളിൽ ഇപ്പോൾ ടെറസിൽ ഡയറക്റ്റ് സൺ അടിക്കുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ നോർമലായിട്ട് സ്ഥലത്ത് 1 ടൺ ഉപയോഗിക്കുന്നതിന് പകരം 1.5 ടൺ ഉപയോഗിക്കേണ്ടി വരും. എന്ന് വെച്ചാൽ ഭയങ്കര ഹീറ്റായിട്ട് കിടക്കുന്ന സ്ഥലമായിരിക്കും. അപ്പോൾ ഇത് തണുപ്പിക്കാൻ കുറച്ചുകൂടി പവർ വേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് എനർജി കൺസപ്ഷൻ കുറയ്ക്കാൻ വേണ്ടി ടണ്ണേജ് കൂട്ടി വെക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ എൻ്റെ വീട്ടിൽ നമ്മുടെ മുകളിൽ ഞാൻ ഉപയോഗിക്കുന്നത് 1.5 ടൺ എ സി ആണ്. ഇതേ സെയിം റൂമിൽ താഴെ നമ്മൾ ഉപയോഗിക്കുന്നത് 1 ടൺ എ സി ആണ്. അതായത് നമ്മുടെ മുകളിൽ ഭയങ്കരമായിട്ട് വെയിൽ വരും ഉച്ചയ്ക്ക് സമയത്തൊക്കെ. അപ്പോൾ നമ്മുടെ ടെറസൊക്കെ ചൂട്ട് പഴുത്ത് എടുക്കുമായിരിക്കും. അപ്പോൾ ശരിക്കും റൂമിന് നമ്മുടെ ഓൾമോസ്റ്റ് ഒരു 1.5 ടൺ വേണം. പക്ഷേ നമ്മൾ താഴത്ത് 1 ടൺ വെച്ചിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ നമ്മുടെ വേറെ റൂം വരുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്ക് ചൂട് താഴത്തേക്ക് വരുന്നില്ല. അപ്പോൾ 1 ടൺ എ സി ആയാലും അവിടെ കുഴപ്പമില്ലാണ്ട് വർക്ക് ചെയ്യും. പക്ഷേ നമ്മുടെ എൻ്റെ റൂമിൽ ആക്ച്വലി നമ്മുടെ മുകളിൽ ടെറസ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടാണ്. ഉച്ചയ്ക്ക് കഴിഞ്ഞാൽ പൊള്ളിരിക്കും ഇതിൻ്റെ മുകളിലൊക്കെ. അപ്പോൾ അങ്ങനത്തെ സമയത്ത് കൊണ്ട് 1 ടൺ എ സി ഇട്ട് കഴിഞ്ഞാൽ കറണ്ട് ബില്ല് കൂടും, തണുക്കില്ല, കുറേ നേരം എടുക്കും തണുക്കാൻ. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂ വരും. അപ്പോൾ അങ്ങനത്തെ ഏരിയയും കൂടി നോക്കിയിട്ട് വേണം നിങ്ങൾ സെലക്ട് ചെയ്യാം. 1 ടണ്ണും 1.5 ടണ്ണും കേട്ടോ. അപ്പോൾ നോർമലി നമ്മൾ വീട്ടിൽ 1 ടണ്ണും 1.5 ടൺ മാത്രമേ തന്നെ ഉപയോഗിക്കുള്ളൂ. പിന്നെ ഭയങ്കര വലിയ ഹോളൊക്കെ ആണെങ്കിലാണ് 2 ടണ്ണും സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് പ്രത്യേകിച്ച് എടുത്ത് പറയാത്ത കേട്ടോ. പിന്നെ വരുന്നതാണ് നമ്മുടെ സ്റ്റാർ റേറ്റിംഗ്. 3 സ്റ്റാർ ഉണ്ട്, 4 സ്റ്റാർ ഉണ്ട്, 5 സ്റ്റാർ ഉണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ നോർമൽ ഉപയോഗിക്കാനാണെങ്കിൽ നിങ്ങൾ 3 സ്റ്റാർ വാങ്ങിച്ചാൽ മതി ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ഇത് ആക്ച്വലി ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ ആക്ച്വലി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കണം. അപ്പോൾ ഒരു 10 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് മുകളിൽ 10 മണിക്കൂറിൻ്റെ മുകളിലൊക്കെ മുകളിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ 5 സ്റ്റാർ എടുത്താൽ മതി. എന്ന് വെച്ചാൽ അതിൻ്റെ ബെനിഫിറ്റ് അപ്പോഴേ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ 5 സ്റ്റാർ എടുത്തുകൊണ്ട് 3 സ്റ്റാർ എടുത്തുകൊണ്ട് സെയിം കറണ്ട് ബില്ല് വരിക. അപ്പോൾ ഒരു ദിവസം നിങ്ങളൊരു 5-6 മണിക്കൂർ 7 മണിക്കൂറൊക്കെയാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 സ്റ്റാർ മതി. പ്രത്യേകിച്ച് വീട്ടിലൊക്കെ ഇപ്പോൾ രാത്രി മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 3 സ്റ്റാർ എടുത്താൽ മതി. ഇപ്പോഴത്തെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ വലിയ ഡിഫറൻസും കുഴപ്പമൊന്നും വലിയ പ്രൈസ് ഡിഫറൻസും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ പണ്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര ഡിഫറൻസ് ആയിരുന്നു. 3 സ്റ്റാറും 5 സ്റ്റാറും എന്നിട്ട് ഭയങ്കര മാർക്കറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അത് ആക്ച്വലി ഇത്രേ ഉള്ളൂ. നിങ്ങൾ നമ്മുടെ എ സിയുടെ കണ്ടിന്യൂസ് യൂസേജ് എത്ര കൂടുതലുണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 5 സ്റ്റാർ എടുക്കുക, കുറവാണെങ്കിൽ 3 സ്റ്റാർ എടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. 4 സ്റ്റാർ ആയാലും അതിൻ്റെ മിഡിൽ വരുന്നതുകൊണ്ട് അത് നോക്കിയെടുത്താൽ മതി. പിന്നെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ബ്രാൻഡ്സുകളാണ്. നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ബ്രാൻഡുകൾ പാനസോണിക്, ഡെയ്ക്കിൻ, അതുപോലെ തന്നെ LG. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സാംസങ്ങിൻ്റെ ചിലത് ഞാൻ റെക്കമെൻഡ് ചെയ്യും. ചില പുതിയതൊക്കെ ഇറക്കിക്കുന്ന അത് അതിൻ്റെ ടെക്നോളജിയൊക്കെ നല്ലതൊക്കെയാണ്. പക്ഷേ സാംസങ്ങിൻ്റെ AC അങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിക്ക് ആവുന്നില്ല അവരുടെ സെക്ഷനിൽ. ബാക്കി എല്ലാവരുടെ ഹോം അപ്ലയൻസും നല്ല ക്ലിക്ക് ആവുന്ന പോലെ AC സെക്ഷനിലൊക്കെ അങ്ങോട്ട് ക്ലിക്ക് ആവാൻ പറ്റുന്നില്ല. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് നമ്മുടെ റിഫ്രിജറേറ്റർ ഇറക്കുന്ന ബ്രാൻഡുകളുടെ AC വാങ്ങിക്കായിരിക്കും നല്ലത്. എന്ന് വെച്ചാൽ അവർക്ക് റിഫ്രിജറൻ്റ് ഇറക്കിയിട്ടുള്ള പരിചയം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ബ്രാൻഡുകൾ നോക്കി വാങ്ങിക്കായിരിക്കും നല്ലത്. ഇപ്പോൾ AC ഒക്കെ നമുക്ക് നോക്കിയയുടെ ഒക്കെ AC അവൈലബിൾ ആണ്, അതൊന്നും വാങ്ങിച്ചു വെക്കരുത് കേട്ടോ. നോക്കിയയുടെ AC, അതുപോലെ തന്നെ ചൈനീസ് ബ്രാൻഡുകളുടെ AC ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. നമുക്ക് പ്രൈസ് കുറഞ്ഞിട്ടൊക്കെ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പ്രൈസ് കുറഞ്ഞൊരു ഡീൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ എന്താ പറയുക ഹാവൽസ് നോക്കാം. ഹാവൽസ് അല്ല, ലോയിഡ് എന്ന് പറയുന്നത് ഹാവൽസ് ബ്രാൻഡ് തന്നെയാണ്. അല്ലെങ്കിൽ ഹയർ ചൈനീസ് ബ്രാൻഡാണ്, ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യില്ല, കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത്രയ്ക്ക് പ്രൈസ് കുറഞ്ഞ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിച്ചു വയ്ക്കാം. പിന്നെ വോൾട്ടാസ് നോക്കാം, നമ്മുടെ ടാറ്റയുടെ വോൾട്ടാസ് നോക്കാം.
പിന്നെ ഇന്ത്യയുടെ ബ്ലൂ സ്റ്റാർ ഇന്ത്യൻ ബ്രാൻഡാണ്. ബ്ലൂ സ്റ്റാറിൻ്റെ വേണമെങ്കിൽ നോക്കാം, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സംഭവമാണ് ബ്ലൂ സ്റ്റാർ. നമ്മൾ എയർ പ്യൂരിഫയർ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ കസ്റ്റമർ സപ്പോർട്ട് എനിക്ക് ഭയങ്കര വീക്കാട്ടെ. എയർ പ്യൂരിഫയറിൻ്റെ സൈഡിൽ നിന്ന് ഭയങ്കര വീക്കാണ്. AC സൈഡിൻ്റെ വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടുന്നുണ്ട്. അതായത് കസിന് ഉപയോഗിക്കുന്നുണ്ട് ബ്ലൂ സ്റ്റാറിൻ്റെ AC. അവരുടെ കസ്റ്റമർ സപ്പോർട്ട് വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടുന്നുണ്ട്. പക്ഷേ എയർ പ്യൂരിഫയറിൻ്റെ ബ്ലൂ സ്റ്റാറിൻ്റെ ഭയങ്കര മോശമാണ് കേട്ടോ. എന്ന് വെച്ചാൽ വിളിച്ചാലും കിട്ടില്ല, അവർ വിളിച്ചാലും വരില്ല എന്ന കാര്യം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ എടുത്താൽ മതി. അപ്പോൾ ഭയങ്കരമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് LG, പാനസോണിക്, ഡെയ്ക്കിൻ, ഇതൊക്കെ ഈ മൂന്നും പറയാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത്. പാനസോണിക്കിൻ്റെ ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമുക്ക് ആക്ച്വലി ഈ പ്രൈസ് റേഞ്ചിൽ തന്നെ നമുക്ക് സ്മാർട്ട് AC കിട്ടും. സ്മാർട്ട് AC എന്ന് പറയുമ്പോൾ നമുക്ക് മോസ്റ്റ്ലി എല്ലാം കൺവേർട്ടബിൾ AC നമ്മൾ നോക്കിയിട്ട് വാങ്ങിക്കുക. അതായത് നമുക്കിപ്പോൾ ഈ പ്രൈസിലൊക്കെ നമുക്ക് 30 to 40 റേഞ്ചിലൊക്കെ നമുക്ക് കൺവേർട്ടബിൾ AC അവൈലബിൾ ആണ്. അത് കൺവേർട്ടബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ 10 മാറ്റാൻ പറ്റും. നമ്മുടെ റൂമിൽ ഇപ്പോൾ ഒരാളെന്ന് വിചാരിച്ചാൽ നമുക്ക് 110 മതി. 5 പേര് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 1.5 AC ആയിരിക്കും. അപ്പോൾ 1.5 മാറുന്നത്. അപ്പോൾ 10 മാറുന്നതനുസരിച്ച് നമ്മുടെ കറണ്ട് ബില്ലും കുറയും. അപ്പോൾ കൺവേർട്ടബിൾ AC വാങ്ങിച്ച് വയ്ക്കാൻ നോക്കുക, സ്മാർട്ട് AC വാങ്ങിച്ച് വയ്ക്കാൻ നോക്കുക. ഇതൊക്കെ നോക്കിയിട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ പാനസോണിക്കാണ് ഇപ്പോൾ ആക്ച്വലി ശരിക്കും വാല്യൂ ഫോർ മണി തരുന്ന AC ഇറക്കുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് സ്മാർട്ട് AC ഉണ്ട്, കൺവേർട്ടബിൾ AC ഫീച്ചേഴ്സും ഉണ്ട്. പ്രൈസ് ഓൾമോസ്റ്റ് 36-37 പ്രൈസിലൊക്കെ നമുക്ക് 1.5 AC കിട്ടും. ഒരു 35 അണ്ടറിൽ നമുക്ക് ഒരു 32-31 ആ റേഞ്ചിലൊക്കെ നമുക്കൊരു 110 AC കിട്ടും. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് പാനസോണിക്കിൻ്റെയും LGയുടെ. LGയുടെ കുറച്ച് പ്രൈസ് വാരിയിങ് ആണ്, കുറച്ച് കൂടുതലാണ്. അവർക്ക് ഡ്യുവൽ ഇൻവെർട്ടർ ടെക്നോളജി കാര്യങ്ങളൊക്കെ ഉണ്ട്. LGയുടെ മെയിൻ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ പാനസോണിക് വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കൂളാക്കാൻ കുറച്ചും കൂടി ടൈം എടുക്കും LG. പാനസോണിക് അതിനായിട്ടും കൂടുതൽ പെട്ടെന്ന് തണുപ്പിക്കുന്നുണ്ട്. പിന്നെ ഒരു ഡൗൺ സൈഡ് എന്ന് പറഞ്ഞാൽ പാനസോണിക് ACയുടെ ഫാനിന് കുറച്ചും കൂടി സൗണ്ട് കൂടുതലാണ്. LGയുടെ ഭയങ്കര സൈലൻ്റ് ആണ്. ഡെയ്ക്കിനായാലും ഭയങ്കര സൈലൻ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഡെയ്ക്കിൻ്റെ കാര്യം പറയുമ്പോൾ ഡെയ്ക്കിന് ഒരു ജപ്പാനീസ് ബ്രാൻഡ് തന്നെയാണ്. ഡെയ്ക്കിൻ മോസ്റ്റ്ലി എല്ലാം അവർ കുറച്ച് പ്രീമിയം സെക്ടറിൽ പറഞ്ഞാൽ കുറച്ച് പ്രൈസ് വേരിയൻ കൂടുതലാണ് നോർമലി. അതുകൊണ്ട് തന്നെ വാല്യൂ ഫോർ മണി അല്ല. അല്ലാത്ത ഇവർക്ക് 35-34 റേറ്റിലൊക്കെ നമുക്ക് 110 AC ഒക്കെ അവൈലബിൾ ഉണ്ട് ഡെയ്ക്കിൻ്റെ. പക്ഷേ അത് സ്മാർട്ട് AC അല്ല. അപ്പോൾ അതും വാല്യൂ ഫോർ പ്രൊഡക്റ്റ് അല്ലാതെ കിട്ടും. നമുക്ക് ഈ റേഞ്ചിൽ തന്നെ നമുക്ക് പാനസോണിക്കിൻ്റെ സ്മാർട്ട് AC കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഇന്ത്യയിൽ ആക്ച്വലി ഇത് എന്താ പറയുക ഒരു 70% ഒക്കെ നമ്മുടെ ടാറ്റയാണ് മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുന്നത്. പാർട്സും കാര്യങ്ങളൊക്കെ ഡെയ്ക്കിൻ്റെ തന്നെയാണ്. മാനുഫാക്ചറിങ് ഹബ്ബ് വരുന്നത് ടാറ്റയുടെ സെൻറ്ററിലാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ ഒരു സെറ്റപ്പും അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ബ്രാൻഡ് പാനസോണിക്, LG, ഡെയ്ക്കിൻ. കാരിയറും കുഴപ്പമില്ലാത്ത ബ്രാൻഡ് തന്നെയാണ്, അത്യാവശ്യം നല്ല കാരിയർ ബ്രാൻഡാണ്. ഞാൻ അതിൻ്റെ എല്ലാത്തിനും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ബ്രാൻഡുകളൊക്കെ ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം കേട്ടോ. നമ്മുടെ ആമസോൺ ലിങ്കാണ്, നിങ്ങൾക്ക് ഡയറക്റ്റ് പോയിട്ട് വാങ്ങിക്കാം. പെട്ടെന്ന് തന്നെ നമ്മൾ ആമസോണിൻ്റെ നോർമലി നമ്മൾ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാറുള്ള ആമസോൺ തന്നെ. അപ്പോൾ ഇൻസ്റ്റാളേഷൻ നമുക്ക് അതിൽ കിട്ടും. നോർമൽ ചില ബ്രാൻഡുകളൊക്കെ ഫ്രീ ഇൻസ്റ്റാളേഷൻ ചില ടൈമിൽ കൊടുക്കാറുണ്ട്. ചിലതിന് നമുക്ക് ഒരു 1000 രൂപ റേഞ്ചൊക്കെ പൈസ അതിൽ നമുക്ക് ആമസോണിലൊക്കെ തന്നെ അവർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് സെപ്പറേറ്റ് നമ്മൾ വരുമ്പോൾ പേ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റെക്കമെൻഡ് ചെയ്യുന്ന ബ്രാൻഡുകളിലൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഭയങ്കര ലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പ്രൈസ് ഒരു 30 താഴെയൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ലോയിഡ് ഞാൻ കൊടുക്കാം. ലോയിഡ് ഹാവൽസിൻ്റെയാണ്. മോശമെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ പ്രൈസ് കുറഞ്ഞ് കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല. വെർപൂൾ പക്ഷേ ഇപ്പോൾ അത്ര അങ്ങോട്ട് പോരാ. പുതിയ മോഡൽസും കാണുന്നത് നിങ്ങൾ കറക്റ്റായിട്ട് ഇറങ്ങുന്നില്ല. ഷോപ്പിലൊക്കെ പോയി നിങ്ങൾ വാങ്ങിക്കാണ്ടിരിക്കും നല്ലതെന്ന് വെച്ചാൽ കുറേ പറയാൻ മോഡൽസാണ് അവർ കൊടുക്കുന്നത്. ലോയിഡ് നോക്കാം, വോൾട്ടാസ് നോക്കാം, ഹയർ വേണമെങ്കിൽ നോക്കാം. ഹയർ ഞാൻ റെക്കമെൻഡ് കുഴപ്പമില്ല, പക്ഷേ എന്നാലും ചൈനീസ് ബ്രാൻഡാണ് ഹയർ എന്ന് പറയുന്നത്. കംപ്ലയിൻസും കാണാനൊക്കെ ഉണ്ട്. ഞാൻ ഉപയോഗിച്ച ബ്രാൻഡ്സ് അതിൻ്റെ ഹയറിൻ്റെ പ്രൊഡക്ട്സുകളൊക്കെ കംപ്ലയിൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്തു. പിന്നെ ചൈനീസ് ബ്രാൻഡാണ്, അതുകൊണ്ട് അതിന് വില കുറഞ്ഞ് കിട്ടുന്നുണ്ട്. പിന്നെ അവർക്ക് ഹയറിന് റെഫ്രിജറേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെച്ചാൽ അവർക്ക് റെഫ്രിജറേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഈ കുറച്ച് ബ്രാൻഡുകൾ നമുക്ക് 30 താഴെ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ നോക്കാൻ മറക്കണ്ട കേട്ടോ. പിന്നെ അതുപോലെ തന്നെ 2ാം ചാനൽ കാണാതെ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണാം. ബൈ.